വാ റൂമിൽ കയറി വാതിലടയ്ക്കണം വാ. അപ്പോൾ ഞാനിപ്പോൾ എവിടെ പോയാലും എൻ്റെ പുറകെ തന്നെ വരും കേട്ടോ. രണ്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ മമ്മ എന്നൊക്കെയാണ് വിളിക്കണത്. മമ്മ എന്നാണോ അമ്മ എന്നാണോ എന്താ വിളിക്കണതെന്ന് ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ അമ്മ എന്ന് വിളിച്ചാണ്ട് പഠിപ്പിക്കണത്. മൂത്ത ആള് എന്നെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവന്മാരും എന്നെ അമ്മ എന്ന് തന്നെ വിളിക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം. പിന്നെ എന്താ വിളിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് വിളിക്കട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണല്ലേ. അയ്യോ ചുമന്നു. പിന്നെ ഇതേ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ചാള അഥവാ മത്തി അതാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ അടുക്കളയോട് കയറിയപ്പോൾ തന്നെ അടുക്കള ഭയങ്കര വൃത്തികേടായി കിടക്കണം. അപ്പോൾ ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മക്കൾക്കുള്ള കഞ്ഞി അടിക്കണതിൻ്റെ പുകയൊക്കെയാണ് കാണുന്നത്. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അച്ചാറിടാൻ വേണ്ടി പോവാം. നമുക്കിനി മീനച്ചാർ ഉണ്ടാക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ ഇതേ പാൻ ചൂടായതിന് ശേഷം നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ വറുക്കണത്. അപ്പോൾ നല്ലെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. കുറേ ദിവസം നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതവിടെ വറുക്കാനിട്ടതിന് ശേഷം ഒന്ന് ഹാളൊക്കെ ഒന്ന് അടിച്ച് തുടച്ചൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഈ സോഫ സെറ്റിൽ ചെയറൊക്കെ നമ്മൾ ബാക്കോട്ടാണ് ഇട്ടേക്കണം. കാരണം മക്കൾ അതിലൊക്കെ പിടിച്ച് കയറി ഉരുണ്ടടിച്ച് വീഴുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പോൾ അതൊക്കെ തല തിരിച്ചിട്ടേക്കാണ് കേട്ടോ. പിന്നെ ആ ഒരു വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിക്കാനിട്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം കുറേ അങ്ങോട്ട് മൂപ്പിക്കരുത്, വേറൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇത്തിരി ചൊറുക്കയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചാള അല്ലെങ്കിൽ മത്തി അതിലോട്ട് ഇടണം കേട്ടോ. അത് കഴിഞ്ഞ് ഒത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായി. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്രേ ഉള്ളൂ. ബൈ.